അച്ഛാ എനിക്കറിയാം. ആരാ? ആരും നമ്മുടെ അച്ഛനെ മറന്നു കാണത്തില്ല കേട്ടോ. മക്കൾക്ക് വേണ്ടെങ്കിലും ഞങ്ങൾക്കൊക്കെ വേണം ഈ അച്ഛനെ. പൊന്നു പോലാണ് നോക്കുന്നത് നമ്മുടെ നെടുമ്പന ഗാന്ധി ഭവനിലെ. അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം പങ്കിട്ടെടുത്തെങ്കിലും ഇതുവരെ ഈ രണ്ട് മക്കളും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്ന് 16 ദിവസമായി ഈ അച്ഛൻ ഈ അനാഥ മന്ദിരത്തിൽ വന്നിട്ട്. ഒരുത്തം പോലും ഒന്ന് ഇവിടേക്കൊന്ന് വന്നിട്ട് പോലും ഇല്ല. ഇവിടോട്ട് പൊരുത്തപ്പെട്ടു പോയോ? പൊരുത്തപ്പെട്ടു. വന്ന് ആ ഒരു 3-4 ദിവസം എനിക്ക് പോണമെന്ന് പറയും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് കൊണ്ടുവന്ന കുറെ പേപ്പർ കെട്ടുമായിട്ട് അങ്ങ് ഇറങ്ങും. എനിക്ക് പോണമെന്നും പറഞ്ഞ് അല്ല ഗേറ്റിന്റെ അടുത്ത് വരെ ചെല്ലും. അപ്പൊ ഞാൻ ചെന്നിട്ട് പറയാം, അച്ഛാ നമുക്ക് ഇന്ന് പോണ്ട, മഴയും കൂള് കാണും, നമുക്ക് നാളെ പോകാം. നാളെ പോയാൽ മതി അല്ലയോ മോളെ? അച്ഛൻ ഇങ്ങ് പോരെ, കൂടെ വരും, ഇവിടെ വന്നങ്ങിരിക്കും. ശരി എന്നാ ഞാൻ ഇനി നാളെ പോന്നു. അങ്ങനെ ഒരു പക്ഷെ ഇപ്പൊ പോണോന്ന് പറയത്തില്ല. അച്ഛൻ ഇവിടെ ഹാപ്പിയാണ്. അവിടെ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ ഇവിടെ സന്തോഷം ഉണ്ടോ? അച്ഛൻ ഗാന്ധി ഭവനിൽ ഹാപ്പി ആയിട്ടിരിക്കുവോ? ഹാപ്പിയാ, സന്തോഷമായി. ഇനി ആര് വന്നാലും പോകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പോവിനി അച്ഛൻ എവിടെയും നീ എങ്ങും പോകുന്നില്ല. ഗാന്ധി ഭവനില്ല. പക്ഷെ അച്ഛനെ വേണ്ടല്ലോ ഈ മക്കൾക്ക്. അച്ഛൻ ഈ സമ്പാദിച്ചതെല്ലാം കൊടുത്ത് മക്കളെല്ലാം കോടീശ്വരായി. എന്നിട്ട് ഒരു നേരത്തെ ആഹാരം തരാൻ ഈ മക്കളില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയാ പറയും, മോളെ എളുപ്പം വരുമല്ലോ, മോള് വരണേ. സ്വന്തം മക്കളെക്കാട്ടി വലുതാണ്. സ്വന്തം മക്കൾക്ക് അച്ഛനെ വേണ്ട, പക്ഷെ ഈ മോക്ക് വേണം ഇല്ലയോ? അതാണ് ഗാന്ധി ഭവൻ. നമ്മുടെ മക്കള് എപ്പോഴെങ്കിലും മേഡത്തെ വിളിച്ചോ? ഗാന്ധി ഭവനിലേക്ക് വിളിച്ചോ? എന്നെ വിളിച്ചിരുന്നു ഒരു മകൻ. മൂത്ത മകനാണോ വിളിച്ചത്? മൂത്ത മകൻ. ഓക്കെ. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, ഇന്നത്തെ ഏറ്റവും വില കൂടിയ കാറില് നിങ്ങളെ 2 മക്കളെയും നിങ്ങളുടെ അമ്മയും വെച്ച് ഈ അച്ഛൻ ലോകം മൊത്തം ചുറ്റുമായിരുന്നു. അന്ന് ഈ അച്ഛൻ നിങ്ങളെ മക്കളെ ആരെയും ഉപേക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഈ അച്ഛനെ മറന്നുപോയെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ചു. അച്ഛൻ കിടന്ന രംഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും രൂക്ഷമായി പിന്നെ സംസാരിച്ചു ഞാൻ. കാരണം എനിക്ക് അത്ര പ്രയാസം ഉണ്ടായി. അപ്പൊ പുള്ളിക്ക് അച്ഛനെ കാണാൻ വരണം. ഞാൻ പറഞ്ഞു വരുന്നതിന് കുഴപ്പമില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം എനിക്കൊരു ഉറപ്പ് തരണം. ഞാൻ ചോദിച്ചു എന്തുറപ്പാണ്? ചാനലുകാരെ വിളിക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഒരിക്കലും ഞാൻ ഒരു ചാനലുകാരെയും വിളിച്ച് ഞാൻ ആർക്കും ഒരു പബ്ലിസിറ്റി കൊടുക്കുന്ന ആളുമല്ല. സാർ, നിങ്ങളൊരു നല്ലൊരു മകനായിരുന്നെങ്കിൽ ആ അച്ഛൻ്റെ തലമുടിയും വളർന്ന് ദീക്ഷയും വളർന്ന് ഒരു ചുട്ടിത്തോർത്ത് കൊടുത്ത് ആ കോലത്തിൽ നിൽക്കുന്ന ആ ഒരു അച്ഛനെ നിങ്ങൾ മാസം തോറും ചെല്ലുമെന്ന് പറയുന്നത്, നിങ്ങളൊരു ബാർബറെ വിളിച്ച് ആ മനുഷ്യനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കുളിപ്പിച്ച് നല്ലൊരു വസ്ത്രം ധരിപ്പിച്ചിട്ട് പോകാൻ എന്തായിരുന്നു? ജനം നിങ്ങളെ അംഗീകരിച്ചേനായിരുന്നു. ഇത് കണ്ട ഒരാൾക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അത്രയ്ക്ക് ഹൃദയഭേദകമായിരുന്നു എന്ന് പറഞ്ഞ ആ രംഗങ്ങൾ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം എൻ്റെ കണ്ണിന് സുഖമില്ല, എനിക്ക് കണ്ണ് ഓപ്പറേഷൻ, ഞാൻ എൻ്റെ മോനെയും കൊണ്ടാണ് പോയത്, മറ്റേതാ മറിച്ച. ഞാൻ പറഞ്ഞു, എന്തായാലും മോനെയും കൊണ്ട് പോയത് കാര്യമായി. മോൻ ഇത് കണ്ടല്ലോ, നാളെ സാറിന്റെ സ്ഥിതി ഇത് തന്നെയായിരിക്കും. എനിക്ക് എന്നാൽ ഈ കരുനാഗപ്പള്ളി താമസിക്കുന്ന ഇളയൊരു മോനുണ്ട്. അവൻ മനുഷ്യനാണെന്ന് ഇത്രയും നാളായിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ മനുഷ്യന്റെ പകുതി സ്വത്ത് അനുഭവിക്കുന്ന അവനാണ്. പക്ഷെ അയാളാന്ന് തോന്നുന്നു ഒരു ഇച്ചിരി ക്രൂരത. ഇത് പിന്നെ ഒരു മനുഷ്യത്വം ഉണ്ടെന്ന് തോന്നുന്നു. സ്വന്തം പിതാവിനെ നോക്കാതെ അനാഥമന്ദിരത്തിൽ കൊണ്ടിട്ട ഇപ്പൊ അവരുടെ വിചാരം എന്തോ പകുതി ശല്യം ഒഴിഞ്ഞല്ലോ, ഇനി നോക്കണ്ടല്ലോ. ഏറ്റവും എടുത്ത് പറയേണ്ടത് സാറാണ് വിളിക്കുകയും പറയുകയും. ഈ അച്ഛനെ സംരക്ഷണം കൊടുക്കാനായ നല്ല മനസ്സ് കാണിച്ച പുനലൂർ സോമരായ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഗാന്ധി ഭവന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സാണ് ഈ അച്ഛൻ ഇന്ന് 4 നേരം ഭക്ഷണം കഴിച്ച് കിടക്കുന്നത്.